ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു തനി നാടൻ സൈക്കിളാണ്. ഇതിൻ്റെ ബാക്കിലാണ് നമ്മൾ മോട്ടോർ ഘടിപ്പിക്കുന്നത്. 24 വോൾട്ട് DC 250 വാട്ട്സ് മോട്ടോറാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഇതിൻ്റെ ബാക്ക് വീൽ പൂർണ്ണമായും അഴിച്ചെടുക്കണം. എന്നിട്ട് 2 സൈഡിലും ഫ്രീ വീൽ സെറ്റ് ചെയ്യും. നമ്മൾ സാധാ ചവിട്ടി സൈക്കിൾ ഉപയോഗിക്കുകയും കൂടാതെ ഇലക്ട്രിക് സൈക്കിളായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. രണ്ടും ഒരേ സമയത്ത് തന്നെ നടത്തുകയും ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ബാക്കിലെ ഫ്രീ വീൽ 2 സൈഡിൽ സെറ്റ് ചെയ്യുന്നു. ഓൾറെഡി ഉള്ളതും മറ്റേ സൈഡിൽ നമ്മൾ ഇൻഡസ്ട്രിയലിൽ കൊണ്ടുപോയി 2 ഭാഗത്ത് ത്രെഡ് അടിക്കുന്നു. ഇതുപോലെ 2 ഫ്രീ വീല് 2 സൈഡിലായിട്ട് സെറ്റ് ചെയ്യുന്നു. ഒരേ സൈഡിലായിട്ട് ആയതുകൊണ്ട് ഈ ത്രെഡ് ഫ്രീ ആയിട്ട് ലൂസായി പോരാൻ ചാൻസ് ഉണ്ട്. അതിന് ടൈറ്റ് ചെയ്യുമ്പോൾ ത്രെഡ് ലോക്കർ ഇട്ടും കൂട്ടത്തിൽ സ്റ്റീൽ റാഡ് ഉപയോഗിച്ച് സ്പോട്ട് ചെയ്യുകയും വേണം. ഇല്ലാത്ത പക്ഷം അത് ഇലക്ട്രിക് മോട്ടോർ കറങ്ങുമ്പോൾ അഴിഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ 2 ഭാഗത്തും ചെയിനുകൾ സെറ്റ് ചെയ്തതിനു ശേഷം സൈക്കിളിലേക്ക് തിരിച്ച് ഘടിപ്പിക്കുന്നു. സാധാരണ പോലെ തന്നെ റീഫിറ്റ് ചെയ്യുക. ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ഒന്ന് അഴിച്ചു കൊടുത്താൽ കൂളായിട്ട് കയറിപ്പോവും. ഈ ക്ലാമ്പിലാണ് നമ്മൾ DC മോട്ടോർ സെറ്റ് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ ആംഗ്ലറുകളും ഇട്ടതിന് ശേഷം സ്റ്റാൻഡും സെറ്റ് ചെയ്തതിന് ശേഷം അതിന് പുറത്താണ് നമ്മൾ മോട്ടോർ സെറ്റ് ചെയ്യുന്നത്. മോട്ടോർ സെറ്റ് ചെയ്യാനുള്ള ക്ലാമ്പ് ആദ്യം മെയിൻ ആക്സിലിൽ തന്നെ സെറ്റ് ചെയ്യണം. ഹോൾസൊക്കെ കറക്റ്റായിട്ടുണ്ടാകും. നമ്മളതിൽ മോട്ടോർ ഘടിപ്പിച്ചാൽ മാത്രം മതി. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് മോട്ടോർ. മൂന്ന് ബോൾട്ടിലാണ് അത് സ്ക്രൂ ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. ഗേജുള്ള 3 സ്ക്രൂ ആണ്. വാഷറിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്യണം. ഉള്ളിൽ നിന്നാണ് അത് ടൈറ്റ് ചെയ്യേണ്ടത്. ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ക്ലാമ്പിൽ ഘടിപ്പിക്കണം. നിലവിലുള്ള ചെയിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഈ മോട്ടോർ ഘടിപ്പിക്കുന്നത്. മോട്ടോർ ഘടിപ്പിക്കാനുള്ള ക്ലാമ്പും സ്ക്രൂവും അതിൽ സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഏറ്റവും ലാസ്റ്റ് ക്ലാമ്പ് സെറ്റ് ചെയ്യുക. ക്ലാമ്പ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു റബ്ബർ വാഷർ സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്.
സ്ലിപ്പായി പോകാതിരിക്കാനും ചെയിൻ ലൂസ് വരാതിരിക്കാനൊക്കെ നല്ലതാണ്. റബ്ബർ വാഷർ ഇട്ട് ടൈറ്റ് ചെയ്യുക. ക്ലാമ്പ് അത്യാവശ്യം നല്ല ടൈറ്റ് തന്നെ വേണം, അല്ലെങ്കിൽ മോട്ടോർ ലൂസാവാൻ ചാൻസ് ഉണ്ട്. ചെയിൻ പെട്ടെന്ന് ലൂസാവും. രണ്ട് ഭാഗവും നന്നായി ടൈറ്റ് ചെയ്യുക. മോട്ടോർ സെറ്റിങ് കഴിഞ്ഞു. ഈ ക്ലാമ്പ് നമ്മൾ എക്സ്ട്രാ വാങ്ങേണ്ടതാണ്. ഇതിലുള്ള ക്ലാമ്പ് നമുക്കിത് സൂട്ടാക്കാൻ കഴിയില്ല. നമ്മൾ ബാറ്ററിയൊക്കെ വെക്കാൻ വേണ്ടി ഒരു ബോക്സ് വാങ്ങും. കൂട്ടത്തിൽ അവിടുന്ന് തന്നെ ഓട്ടോമൊബൈൽസ് കടയിൽ നിന്ന് ഇതുപോലത്തെ പെട്ടി വാങ്ങുമ്പോൾ കൂട്ടത്തിൽ നമുക്ക് വാങ്ങാവുന്നതാണ്. അതുപോലെ ഇത് ആക്സിലേറ്ററാണ്. ഈ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴാണ് സൈക്കിൾ മുന്നോട്ട് പോകുന്നത്. കൂട്ടുകയും കുറയ്ക്കും. അത് തന്നെ ഹോണും എല്ലാം ഉണ്ട്. ഹെഡ്ലൈറ്റ് തന്നെയാണ് ഹോണ്. അത് കൺട്രോൾ ബോർഡാണ്. കൺട്രോൾ യൂണിറ്റും ബാറ്ററിയൊക്കെ വെക്കാനാണ് ആ ബോക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ബോക്സിലേക്ക് എല്ലാ യൂണിറ്റിൻ്റെ വയറും നമ്മളെത്തിക്കും. ബാറ്ററിയുടെ ചാർജിങ് പോയിൻറ്റും കീ പോയിൻറ്റും വെക്കാനുള്ള ഹോളുകളാണ്. മുകളിൽ ഒരു താക്കോലൊക്കെ വെച്ച് നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ പറ്റും. ഇതുപോലുള്ള 7Hൻ്റെ 2 ബാറ്ററി സീരിയൽ കണക്ഷൻ ചെയ്ത് 24 വോൾട്ട് ആക്കിയതിന് ശേഷം ആണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത്. ഇനി കൺട്രോൾ യൂണിറ്റ് സെറ്റ് ചെയ്യാം. എല്ലാത്തിനും നമ്പർ ഉണ്ടാവും. ആ നമ്പർ മാത്രം നോക്കി ക്ലിപ്പ് ചെയ്താൽ മതി. 1 1ലേക്കും 2 2ലേക്കും എന്ന രീതിയിൽ കണക്ട് ചെയ്യാവുന്നതാണ്. എളുപ്പത്തിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. പ്ലസ് മൈനസൊക്കെ കറക്റ്റ് നോക്കി കൊടുക്കണം. ബാറ്ററിയുടെ കണക്ഷൻ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഷോർട്ടായി പോകുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഇലക്ട്രിക് സൈക്കിൾ റെഡിയായി. ഇതാണ്ട് നമ്മൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഓടിക്കുന്നു. ഒരു പയ്യനാണ്. അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ. സൈക്കിളിൻ്റെ ഉപയോഗം, ബൈക്കിൻ്റെ ഉപയോഗം നടക്കില്ല. സൈക്കിളിൻ്റെ ഉപയോഗം നന്നായിട്ട് നടക്കും. ചവിട്ടാതെ തന്നെ അത്യാവശ്യം കയറ്റങ്ങളൊക്കെ കയറിപ്പോകും. കയറ്റം കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ അത് ചവിട്ടിയും കൊടുക്കാം. കൂളായിട്ട് ഒരു പയ്യൻ ഓടിക്കുന്നു. ഒരു 60-70 കിലോ വെയിറ്റുള്ള ആളുകൾ ആണെങ്കിലും ഉഷാറായിട്ട് പോകുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇച്ചിരി സന്തോഷമായി. ഇതാ നമ്മുടെ 60-70 കിലോ വെയിറ്റുള്ള ഒരു വലിയ മനുഷ്യൻ തന്നെയാണ്. കൂളായിട്ട് പോകുന്നു. നമ്മുടെ ചാനൽ